നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ജൂൺ മാസം 16-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. ഒപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുണ്ട്. എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, കാസർഗോഡ് ജില്ലയിലെ കരിയങ്കോട്, നീലേശ്വരം, അതോടൊപ്പം തന്നെ മെഗ്രാൽ എന്നീ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിൻ്റെ വിവിധ നദികളിൽ യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പത്തനംതിട്ട അച്ചൻകോവിൽ, കോന്നി GD സ്റ്റേഷൻ, കാസർഗോഡ് കരിയങ്കോട് ഭീമനദി സ്റ്റേഷൻ, നീലേശ്വരം ചയ്യോം റിവർ സ്റ്റേഷൻ, മെഗ്രാൽ മധൂർ സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് മുന്നറിയിപ്പുള്ളത്. യാതൊരു കാരണവശാലും ഈ നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ച് കടക്കാനോ പാടില്ല. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്നും ഇപ്പോൾ നിർദ്ദേശം വന്നിട്ടുണ്ട്. കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം സംസ്ഥാനത്ത് ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിലെയും കുട്ടനാട് താലൂക്കിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റും മഴയും കണക്കിലെടുത്താണ് ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് 108 സർക്കാർ ITIകളിൽ NCVT, SCVT അഫിലിയേഷനുള്ള വിവിധ ട്രേഡുകളിൽ പ്രവേശനത്തിന് ഓൺലൈനിൽ ഇപ്പോൾ ജൂൺ 20-ാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങളടങ്ങിയ പ്രോസ്പെക്ടസ് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ITIകൾ, ട്രേഡുകൾ, അതോടൊപ്പം തന്നെ സീറ്റുകൾ, യോഗ്യതാ മാനദണ്ഡങ്ങൾ, അതോടൊപ്പം തന്നെ സെലക്ഷൻ നടപടികൾ മുതലായ വിവരങ്ങൾ പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. SLC തത്തുല്യ പരീക്ഷ ജയിച്ചവർക്കും തോറ്റവർക്കും തിരഞ്ഞെടുത്ത് പഠിക്കാവുന്ന ഏകവത്സര, ദ്വിവത്സര, എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളാണ് നിലവിലുള്ളത്. പ്രൈവറ്റായിട്ട് SSLC പരീക്ഷ എഴുതി തോറ്റവരെ പ്രവേശനത്തിന് പരിഗണിക്കുകയില്ല. പ്രായം 1/8/2025 14 വയസ്സ് തികഞ്ഞിരിക്കണം. കേരളത്തിൽ സ്ഥിരതാമസമുള്ളവർക്കാണ് പ്രവേശന സമയത്ത് വിവിധ ഇനങ്ങളിലായിട്ട് 1 വർഷത്തെ കോഴ്സിന് 950 രൂപയും 2 വർഷത്തെ കോഴ്സിന് 1270 രൂപയും ഫീസ് അടയ്ക്കും. പ്രോസ്പെക്ടസിലെ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കണം അപേക്ഷിക്കേണ്ടത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സ്വർണ്ണപ്പണയ വായ്പകൾ സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടാതെ സ്വർണ്ണം പണയം വയ്ക്കാനായിട്ട് ആലോചിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന ചില തീരുമാനങ്ങളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇനി മുതൽ സ്വർണം പണയം വയ്ക്കുമ്പോൾ കൂടുതൽ പണം ലഭിക്കുന്നതാണ്. നിലവിൽ മൂല്യത്തിൻ്റെ 75% വായ്പയായിട്ട് ലഭിക്കുന്നത്. എന്നാൽ ഇത് 85% വർദ്ധിപ്പിക്കാൻ RBI അനുമതി നൽകി. പലിശയടക്കം ആകെ വായ്പ 2 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്കാണ് ഈ തീരുമാനം ബാധകമാകുന്നത്. വായ്പ എടുക്കുന്നവർക്ക് വായ്പ വ്യവസ്ഥകൾ, വാല്യുവേഷൻ വിവരങ്ങൾ തുടങ്ങിയവ പ്രാദേശിക ഭാഷയിൽ ലഭ്യമാക്കണം. ഇതുകൂടാതെ തന്നെ ലോൺ എടുക്കുന്നവർ നിരക്ഷരരാണെങ്കിൽ സ്വതന്ത്രനായ വ്യക്തിക്ക് മുമ്പിൽ വെച്ച് വിവരങ്ങൾ വായിച്ച് കേൾപ്പിക്കണമെന്ന വ്യവസ്ഥയുമുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ അക്ഷയ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻ്ററുകളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലുമൊക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മുഴുവൻ കർഷകരും അക്ഷയ കോമൺ സർവീസ് ഓൺലൈൻ സെൻ്ററുകളിലൊക്കെ തന്നെ എത്തി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. PM കിസാൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ആവശ്യമാണ്. പ്രത്യേകിച്ചും PM കിസാൻ സമ്മാൻ നിധിയുടെ വർഷം തോറും 6000 രൂപ, അതും 2000 രൂപയുടെ 3 തവണയായിട്ട് ഗഡുക്കൾ ലഭിക്കുന്ന മുഴുവൻ കർഷകരും അവരുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ്, 2025-26 സാമ്പത്തിക വർഷത്തെ പുതിയ നികുതി അടച്ച റെസിപ്റ്റ്, അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ എന്നിവയുമായിട്ട് അക്ഷയ കോമൺ സർവീസ് സെൻ്ററുകളെ സമീപിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടോ രജിസ്ട്രേഷൻ നടപടികൾ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി 2025 ജൂലൈ 31. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടുത്ത ആഴ്ചയോടെ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. 2 മാസ കുടിശ്ശിക ഇപ്പോൾ നിലനിൽക്കുമ്പോഴും 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷനുകൾ സർക്കാർ ഇപ്പോൾ മുടങ്ങാതെ നൽകുന്നുണ്ട്. എന്നാൽ മറുവശത്ത് അംശാദായം അടച്ചിട്ട് പോലും കൃത്യമായിട്ട് പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കാതെ ഇപ്പോൾ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വലയുകയാണ്. 7 വർഷമായിട്ട് അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ കഴിയാതെ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്കുള്ള കുടിശ്ശിക ഇനത്തിൽ തന്നെ 450 കോടി രൂപ കൊടുക്കാനുള്ളപ്പോൾ കഴിഞ്ഞ ദിവസം സർക്കാർ ഈ ഇനത്തിൽ അനുവദിച്ചതാകട്ടെ 30 കോടിയോളം രൂപ മാത്രമാണ്. ഈ ആനുകൂല്യം കാത്തിരിക്കുന്ന 3 ലക്ഷത്തോളം ആളുകളിൽ അത് കിട്ടാതെ മരണമടയുന്നവരുമൊക്കെ തന്നെ ഒട്ടേറെ പേരുണ്ട്. 3,80,000 വരുന്ന പെൻഷൻകാരുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 16 മാസമാണ് തുക ഇപ്പോൾ കുടിശ്ശികയായിട്ടിരിക്കുന്നത്.
ഒരു മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇനിയും നൽകാനുള്ളത് 1200 കോടി രൂപയാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്നലെ ശനിയാഴ്ച സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. തുടർച്ചയായിട്ടുള്ള 4 ദിവസത്തിനിടെ പവന് 3000 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ശനിയാഴ്ച 22 കാരറ്റിന് ഗ്രാമിന് 25 രൂപ കൂടി 9320 രൂപയിലും പവന് 200 രൂപ കൂടി 74560 രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.